സ്വർഗഭാഗ്യം ഇത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറും. അയ്യോ, എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ഈ 38-ാം അധ്യായത്തിൽ ഒരു കൂട്ടം രാഷ്ട്രങ്ങൾ റഷ്യയോടുകൂടെ ഇസ്രയേലിനെ ആക്രമിക്കുന്നു. ദൈവവചനം നോക്കട്ടെ, എവിടെ വരുമെന്ന് പറഞ്ഞു? ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരും, വെസ്റ്റ് ബാങ്കിൽ വരും. 39-ാം അധ്യായം നോക്കിയേ, ഞാൻ പറഞ്ഞു 5 അധ്യായത്തിലെ വിഷയം അതാണ്. 39-ന്റെ 2-ാം വാക്യം നോക്കിയേ, 39-ന്റെ 2-ാം വാക്യം. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 1/6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തു നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുത്തും. 4-ാം വാക്യം. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള ജാതികളും ഇസ്രയേൽ പർവ്വതങ്ങളിൽ വീഴും. എത്ര കൃത്യമായി ദൈവം 2600 വർഷം മുമ്പ് പറഞ്ഞു. കാലത്തിന്റെ അന്ത്യത്തിന്റെ പ്രശ്നം ഇസ്രയേൽ പർവ്വതമാണ്. നമ്മൾ വചനത്തെ കൊണ്ട് അപഗ്രഥിച്ച് കണ്ടു, അത് വെസ്റ്റ് ബാങ്ക് ആണ്. ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം അതാണ്. വേദപുസ്തകത്തിന്റെ ഹൃദയഭാഗത്തിൽ എസെക്കിയേൽ അന്ത്യകാലത്ത് സംഭവിക്കേണ്ടത് ദൈവം വെളിപ്പെടുത്തുമ്പോൾ 5 അധ്യായങ്ങൾ, ഈ 5 അധ്യായത്തിലെ വിഷയം ഇസ്രയേൽ പർവ്വതമാണ്. ഇതാർക്ക് വെളിപ്പെടുത്താൻ കഴിയും? 2600 വർഷം മുമ്പ് അന്ത്യകാല രാഷ്ട്രീയ പ്രശ്നം ആർക്ക് വെളിപ്പെടുത്താൻ കഴിയും? സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ, ആരംഭത്തിൽ അവസാനം അറിയാവുന്ന ദൈവത്തിനല്ലാതെ, കാലങ്ങളെ വിലയിരുത്തുന്ന ദൈവത്തിനല്ലാതെ വേറെ ഒരാൾക്കും ഇത് വെളിപ്പെടുത്താൻ കഴിയില്ല. എന്തിനാണ് ഇസ്രയേലിനെ ഇവർ ആക്രമിക്കാൻ പോകുന്നത്? ഞാനതൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പോകാം. എപ്പോഴാണ് ഇസ്രയേലിനെ ആക്രമിക്കുന്നതെന്ന് ഇവിടെ സൂചനയുണ്ട്, അതും ഞാൻ പറയാം. എന്നാൽ പ്രാരംഭമായി പറയട്ടെ, ഇസ്രയേലിനെ എന്തിനാണ് ഇവർ ആക്രമിക്കുന്നത്? നമ്മുടെ കർത്താവ് മടങ്ങി വരണോ? ഹോശേയാവ് 5-ാം അധ്യായം എന്ന് എടുത്താട്ടെ. ഹോശേയ പ്രവചനം ഇതോട് ചേർത്ത് നമുക്ക് നോക്കാം. ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നോക്കിയേ. പ്രവാചകൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാട്ടെ. ആ വാക്യം ഒന്ന് നോക്കാട്ടെ. ഹോശേയാവ് 5-ന്റെ 15-ാമത്തെ വാക്യം. അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിൽ ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ആരായി വാക്ക് പറയുന്നത്? ദൈവപുത്രൻ. പ്രവചനാത്മാവിൽ ദൈവപുത്രൻ യഹൂദനോട് പറയുകയാണ്, അവരുടെ മധ്യത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു, സ്വന്തത്തിലേക്ക് അവൻ വന്നു, സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല, അവനെ ക്രൂശിച്ചു. ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങൾക്ക് വേണ്ടിയത് ബർബാസിനെയാണ്. ഈ കർത്താവിനെ അവർ തിരസ്കരിച്ചു. കർത്താവ്, ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ മടങ്ങി സ്വർഗത്തിലേക്ക് പോയി. എത്ര നാൾ അവിടെയുണ്ട്? അവർ കുറ്റമേറ്റ് പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കണം. യഹൂദന്മാർ ദൈവപുത്രനെ അന്വേഷിക്കണം. ഞങ്ങൾക്ക് നിന്നെ വേണ്ട എന്നവർ പറഞ്ഞില്ലേ? അവരല്ലേ പറഞ്ഞത് നിന്നെ ക്രൂശിക്ക, ഞങ്ങൾക്ക് വേണ്ടിയത് ബർബാസനെയാണെന്ന്. അവരുടെ വായി കൊണ്ട് അവർ ഏറ്റുപറയണം, ഞങ്ങൾക്ക് ഈ കർത്താവിനെ വേണം. മത്തായിയുടെ സുവിശേഷം ഈ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. മത്തായി 23 നോക്കാട്ടെ. യേശുക്രിസ്തു തന്നെ അവരോട് പറഞ്ഞ ഒരു ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 23, 38, 39 വാക്യങ്ങൾ. മത്തായി 23, 38, 39 വാക്യം. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു യഹൂദരോട് പറയുകയാണ്, നിങ്ങൾ ഇനി എന്നെ കാണണോ? ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് നിങ്ങൾ പറയണം. ഹോശേയ 5:15 എന്താ വായിച്ചത്? അവർ കുറ്റമേറ്റു പറയണം, അവരെൻ്റെ മുഖം അന്വേഷിക്കണം, അതുവരെ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിൽ ഇരിക്കും. എന്നാൽ അവിടെ ഒരു സൂചന കണ്ടോ? അവരെപ്പോഴാണ് അന്വേഷിക്കുന്നത്? കഷ്ടതയിൽ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സഹോദരിമാരോട്, എന്നെ കേൾക്കുന്നവരോട് വളരെ വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, അടുത്ത ദൈവിക പ്രോഗ്രാം ഇസ്രയേലിൻ്റെ കഷ്ടകാലമാണ്. ഒരു വാക്യം മാത്രം ഞാനൊന്ന് എടുക്കാം. എൻ്റെ മനസ്സിൽ ഒരുപാട് വാക്യങ്ങൾ വരികയാണ്. നമ്മൾ വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ പ്രതലത്തിലാണ് ജീവിക്കുന്നത്. എപ്പം വേണമെങ്കിലും യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടാം. ഒരു 3-4 ലോക യുദ്ധം വാതുക്കലാണോ എന്ന് ലോകരാഷ്ട്രങ്ങൾ സംശയിക്കുന്നു. ഇറാൻ ഇപ്പോൾ യുദ്ധം നടക്കുമോ? അമേരിക്ക ഇപ്പോൾ ബോംബ് ചെയ്യുമോ? വളരെ സംശയത്തിലിരിക്കുകയാണ്. എന്നാൽ ബൈബിളിൽ പറയുന്ന വസ്തുതകൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ 3 ലോകമഹായുദ്ധങ്ങൾ നടക്കും. എന്നാൽ 3-4 ലോകയുദ്ധം നടക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഇവിടെ നിന്ന് മാറ്റപ്പെട്ടേ സാധിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ 2ാം വരവിന് മുമ്പ് അത് സംഭവിക്കണം. എസെക്കിയേൽ പ്രവചനത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. വളരെയധികം കാലത്തിൻ്റെ അന്ത്യസംഭവങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ എസെക്കിയേലിൻ്റെ പ്രവചനം.
അവിടെ 21 അധ്യായത്തിൽ വരുമ്പോൾ 3 ലോകമാ യുദ്ധങ്ങൾ നടക്കുമെന്നൊരു സൂചനയുണ്ട്. ഞാൻ ഈ വാക്യങ്ങൾ ആദ്യം വായിച്ച ശേഷം പ്രവചന പണ്ഡിതന്മാരോടും കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആശയം ഇതാണോ എന്ന് ഞാൻ ചോദിച്ചു. അവരുടെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഈവൻ MM സക്രിയാച്ചൻ ഉൾപ്പെടെ, ഇത് 3 ലോകമഹായുദ്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. എസെക്കിയേൽ പ്രവചനം 21 അധ്യായം നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നതിന് മുമ്പ് 3 ലോകമഹായുദ്ധങ്ങൾ നടന്നേ കഴിയുള്ളൂ. അതിൻ്റെ 26 വാക്യം നോക്കി. 26 വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അടുത്ത വാക്യം, ഞാൻ അതിന് ഉന്മൂലനാശം 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 വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെ ഇരിക്കും. അവന് ഞാൻ അത് കൊടുക്കും. നമ്മുടെ കർത്താവാണ് ഭൂമിയുടെ അവകാശി. അവൻ വന്ന് ഈ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ദൈവം പറയുകയാണ്, 3 പ്രാവശ്യം ഉന്മൂലനാശം ഞാൻ വരുത്തും. ഒരു യുദ്ധമെന്ന് പറയുന്നത് നാശമാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിലെ യുദ്ധങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. ഇവിടെ ഉന്മൂലനാശം 3 പ്രാവശ്യം എടുത്തു പറയുന്നു. ഇതിൻ്റെ അവകാശമുള്ളവൻ വരുന്നതിന് മുമ്പ് ഞാൻ ഉന്മൂലനാശം വരുത്തും. 1-ാം ലോകയുദ്ധം 1914 തൊട്ട് 18 വരെ, അന്നതിന് പേര് കൊടുത്തു മഹായുദ്ധം. അനേക രാജ്യങ്ങൾ ഏർപ്പെട്ട് ചെയ്ത യുദ്ധം. അതിനെ 1-ാം ലോകയുദ്ധം എന്ന് വിളിച്ചില്ല. ആ യുദ്ധത്തിൻ്റെ ഭയം കൊണ്ട് 1920 ലീഗ് ഓഫ് നേഷൻ ഇനിയൊരു യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യൻ രൂപപ്പെടുത്തി. എന്നാൽ 2-ാം ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1939 തൊട്ട് 45 വരെ 6 വർഷം നീണ്ടു നിന്നു 2-ാം ലോകയുദ്ധം. യൂറോപ്പും മറ്റും തകർന്ന് തരിപ്പണമായി. 40 ദശലക്ഷം ആളുകൾ യൂറോപ്പിൽ തന്നെ ചത്തു വീണു. ആ യുദ്ധം നടന്നു കഴിഞ്ഞാണ് മഹായുദ്ധമായ 1-ാം ലോകമഹായുദ്ധം എന്ന പേര് കൊടുത്തത്. അങ്ങനെ 2 പ്രാവശ്യം ലോകം തകിടം മറിഞ്ഞു. എന്നാൽ ഇതിൻ്റെ പുറകിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ 2 ലോകമഹായുദ്ധമാണ് യഹൂദൻ രാഷ്ട്രമായി പിറന്നു വീണത്. 2 ലോകമഹായുദ്ധം യഹൂദൻ രാഷ്ട്രമായി പിറന്നു വീഴാൻ ഇടയായി മാറി. ഞാനതിൻ്റെ വിശദീകരണത്തിൽ പോകുന്നില്ലേ. ഇനിയും നടക്കാൻ പോകുന്ന യുദ്ധം അവരോടുള്ള ബന്ധത്തിലായിരിക്കും. എസെക്കിയേൽ പ്രവചനത്തിൽ നിന്ന് നാം ആ വേദഭാഗം പരിശോധിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് വളരെ ശക്തമായി ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മൾ ഓർക്കണം, കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞ പോലെ ഈ എസെക്കിയേൽ പ്രവചനം പ്രവചിച്ചത്, രേഖപ്പെടുത്തിയത് ഇന്നേക്ക് ഏതാണ്ട് 2600 വർഷം മുമ്പാണ്. അന്ന് ലോക വ്യവസ്ഥിതികൾ ഇങ്ങനെയൊന്നുമല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഞാനും നിങ്ങൾ ജീവിക്കുന്ന കാലയളവിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ പറയണമെങ്കിൽ ഒരു സർവജ്ഞാനിയായ ദൈവം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവചന വിഷയങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തന്നപ്പോൾ ഒരു സർവജ്ഞാനിയായ ദൈവം, ഒന്നും മറവല്ലാത്തവൻ, ആരംഭത്തിൽ അവസാനം അറിയുന്ന ദൈവമാണ് നമുക്കിത് രേഖപ്പെടുത്തി തന്നതെന്ന് ഗ്രഹിക്കാൻ കഴിയും. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു, ഏതാണ്ട് എസെക്കിയേൽ 33 തൊട്ട് 39 വരെയുള്ള ചാപ്റ്റേഴ്സ്, അധ്യായങ്ങൾ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനോടുള്ള ബന്ധത്തിൽ നടക്കുന്നതാണ്. 40-ാം അധ്യായം തൊട്ട് അവസാനം വരെ 48 വരെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും സഹസ്രാബ്ദ ഭരണകൂടവും യഹൂദൻ്റെ ദേവാലയം പണിയുന്നതും യഹൂദന് പലസ്തീൻ്റെ മണ്ണും മറ്റും ഭാഗിച്ചു കൊടുക്കുന്നതുമാണ് അവിടുത്തെ വിഷയം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ കർത്താവ് തിരുവചനത്തിലൂടെ 2600 വർഷം മുമ്പ് കാലത്തിൻ്റെ അന്ത്യത്തിൽ അവസാന നാളുകളിൽ കർത്താവ് മടങ്ങി വരുന്നതിന് തൊട്ടുമുമ്പ് നടക്കേണ്ട വസ്തുതകൾ രേഖപ്പെടുത്തിയത് ഞാനും നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് കൃത്യമായി നടന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടെ കരുതേണ്ടതാണ്, ജീവിക്കേണ്ടതാണ് എന്ന് പ്രാരംഭമായി ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. നമ്മൾ ദാനിയേൽ ഓർപ്പിച്ചു, ദുഷ്ടന്മാരിൽ ആരും ഇത് ഗ്രഹിക്കില്ല, ബുദ്ധിമാന്മാർ ഗ്രഹിക്കും. ആർക്കും രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ദൈവജനം അത് ഗ്രഹിക്കും. ഞാനും നിങ്ങളും അറിയാൻ വേണ്ടി വെളിപ്പെടുത്തിയതാണ്. ഇരുട്ടുള്ളവർക്ക് ഗ്രഹിപ്പാൻ കഴിയില്ല. നിങ്ങൾ ഇരുട്ടുള്ളവരല്ല, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഞാനും നിങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ് ഈ വേദഭാഗങ്ങൾ. ഒന്നുകൂടെ നമുക്ക് ആ വേദഭാഗത്തിലേക്ക് വരാം. യഹൂദൻ ഏതാണ്ട് 2000 വർഷം രാജ്യമില്ലാതെ ഉഴന്ന് നടന്നു. നമ്മൾ അതിൻ്റെ 34-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 13-ാം വാക്യം ഒരാവർത്തി ഒന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ 34-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച്
ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന ഇസ്രയേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയ്ക്കും. യെസ്, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് കൂട്ടിവരുത്തും. കാലത്തിന്റെ അന്ത്യത്തിൽ ഇസ്രായേലിനോട് പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി ഓർപ്പിച്ച പോലെ അന്ത്യകാല പ്രവചനങ്ങളിൽ ഒരെണ്ണം പോലും നടക്കില്ല. ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെടാതെ, അവർ മടങ്ങി വരാതെ കാലത്തിന്റെ അന്ത്യത്തിൽ നടക്കുമെന്ന് പറഞ്ഞ ഒരു പ്രവചനം പോലും നിവർത്തിക്കില്ല. ദൈവം എന്തിനാണ് അവരെ മടക്കി കൊണ്ടുവന്നത്? അനന്തരമായി പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നടക്കണം. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അവർ മടങ്ങി വരുന്നത് അസാധ്യമായിരുന്നു, ഒരിക്കലും വരാൻ സാധ്യമല്ല. ലോകത്തിലെ വിജ്ഞാനകോശങ്ങളും ലോകത്തിലെ ബുദ്ധിമാന്മാരൊക്കെ പറഞ്ഞു അവരിനി ഒരു രാജ്യമായി തീരില്ല. പ്രിന്റ് ചെയ്ത് വെച്ചു. ഞാൻ അവിടെ ഒട്ടൊന്നും പോകുന്നില്ല. എന്നാൽ ദൈവം വെളിപ്പെടുത്തി, നിങ്ങളെ ജാതികളിൽ നിന്ന് ഞാൻ കൂട്ടും. ഒരിക്കലും ഒരു രാജ്യമായി തീരുവാൻ സാധ്യമല്ലാത്ത പ്രതലത്തിൽ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് തന്നെ 36-ാം അധ്യായം നോക്കട്ടെ, അതിൻ്റെ 24-ാം വാക്യം അവിടെ വീണ്ടും വായിക്കുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങൾ നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്ത് വരുത്തും. എൻ്റെ ഹൃദയത്തിലൂടെ പല ചിന്തകൾ പോകുന്നുണ്ട്. എൻ്റെ കൈകളിൽ, എൻ്റെ നോട്ട്സിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇസ്രയേൽ രാജ്യം അവിടെ പിറന്നു വീഴാതിരിക്കാൻ അമേരിക്ക വരെ ആഗ്രഹിച്ചു. മറ്റൊന്നുമല്ല, കാരണം അവരുടെ ബദ്ധ വൈരാഗികളുടെ നടുക്ക് അവര് പിറന്നു വീണാൽ അവരെ കൊന്നുകളയും എന്ന് ചിന്തിച്ചു. ഇന്ന് രാത്രി ഒന്ന് ഓർത്ത് നോക്കിയേ, 23 ഇസ്ലാമിക് രാജ്യങ്ങൾ, അതിൻ്റെ നടുക്ക് യഹൂദൻ പിറന്നു വീഴുക ഇംപോസിബിൾ, നടക്കില്ലേ? അതുകൊണ്ട് ലോകം പറഞ്ഞു, ലോക സമാധാനത്തിന് വെല്ലുവിളിയാണ് അവരവിടെ ഒരു രാജ്യമായി തീർന്നാൽ. അത് നിങ്ങൾക്ക് വേറെ സ്ഥലം തരാം, ജനങ്ങൾ അധികം പാർക്കാത്ത സ്ഥലം തരാം. 17 വ്യത്യസ്ത സ്ഥലങ്ങൾ വെച്ച് നീട്ടി ലോകരാജ്യങ്ങൾ. ഓസ്ട്രേലിയ മെൽബൺ, നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ പ്രദേശം, റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ, മിസിസിപ്പി മിസൗറി റിവറിന്റെ പ്രദേശം, എന്തിനു പറയുന്നു? 17 സ്ഥലങ്ങൾ, അധികം ജനങ്ങളില്ലാത്ത സ്ഥലം. നിങ്ങളിവിടെ രാജ്യം സ്ഥാപിച്ചോ? പക്ഷേ സ്വർഗത്തിലെ ദൈവം അവരുടെ പൂർവ്വപിതാവായ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, അവരോട് ദൈവം നിയമം ചെയ്തിരുന്നു. രക്ത ഉടമ്പടി കഴിഞ്ഞ രാത്രി ഞാൻ കാണിച്ചു. ആ സ്ഥലത്ത് തന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഇവിടെ വായിക്കുന്നതാണ്, സ്വന്തം ദേശത്ത് ഞാൻ വരുത്തും. സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് കൃത്യമായി നിർവഹിക്കപ്പെട്ടു. നമ്മൾ ഓർക്കുക, ഈ 35-ഉം 36-ഉം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു. കഴിഞ്ഞ രാത്രിയിൽ അത് നോക്കാൻ നമ്മൾ ആരംഭിച്ചു. ഞാൻ അവിടെ നിന്ന് എൻ്റെ പ്രസംഗം വീണ്ടും തുടങ്ങുകയാണ്. ഇന്നലെ ഏതാണ്ട് 1 മണിക്കൂർ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. എന്നാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അത്യാവശ്യമുള്ളത് മാത്രമേ, എൻ്റെ മുന്നിൽ സമയത്തിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ, അതുകൊണ്ട് വളരെ അത്യാവശ്യമുള്ളത് മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 35-ാം അധ്യായം നമ്മൾ കണ്ടു. അത് പറയുന്നത് സെയീർ പർവ്വത നിവാസികളോടാണ്. ഉൽപ്പത്തി പുസ്തകം 36-ന്റെ 8-ാം വാക്യം വായിക്കണ്ട. സെയീർ പർവ്വതം ഞാൻ ഏശാവിൻ്റെ വംശത്തിന് കൊടുത്തിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 2 അതിൻ്റെ ആദ്യത്തെ 5 വാക്യം, ആവർത്തന 2-ന്റെ ആദ്യത്തെ 5 വാക്യം, സെയീർ പർവ്വതത്തിൽ കുടിയിരിക്കുന്നത് ഏശാവിൻ്റെ വംശമാണ്. എവിടെയാണ് ആ പർവ്വത നിരകൾ? അല്പം ഭൂമിശാസ്ത്രം അറിയാവുന്നവർക്ക് വേണ്ടി ഞാൻ ഓർപ്പിക്കട്ടെ, ആ പർവ്വത നിരകൾ ഇസ്രയേലിന്റെ തൊട്ട് കിടക്കുന്ന ജോർഡാൻ എന്ന് പറയുന്ന സ്ഥലത്തിലാണ്. ജോർദാന്റെ തെക്ക് ഭാഗത്ത് കാണുന്ന മലനിരകളാണ് ഈ മൗണ്ടൻ ഓഫ് ഈഡോം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഏദോമ്യരാണ് ജോർദാനിലെ 60% ജനങ്ങളെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. ജോർദാൻ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലായിരുന്നു. 1921 ജോർദാൻ നദിയുടെ കിഴക്കേ ഭാഗത്ത് ഒരു പുതിയ രാജ്യം 77% ഭൂമി കീറിയെടുത്ത് 1-ാം ലോകയുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത സ്ഥലം, ഒരു പുതിയ രാജ്യം പലസ്തീനികൾ അറബികൾക്ക് പാർക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ് ജോർദാൻ. അവിടെ ഈ പലസ്തീനികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ രാജ്യമാണ് ജോർദാൻ എന്ന് പറയുന്നത്. ലോക വാർത്താ മാധ്യമങ്ങളിൽ കേൾക്കുന്ന പലതും ശരിയല്ല. ബാക്കി ശേഷിക്കുന്നത് 23% ഭൂമിയേ ഉള്ളൂ. യഹൂദന് കൊടുക്കാനുള്ളത് അതുപോലും കൊടുക്കുന്നില്ല. 14% പോലും കൊടുത്തില്ല. ഞാൻ അവിടെ ഊന്നി പറയട്ടെ, അവിടെ പാർക്കുന്ന ഏദോമ്യർ, 35-ാം അധ്യായത്തിന്റെ വിഷയം. 1948 ഇസ്രായേൽ സ്വതന്ത്രമാകുമ്പോൾ 13 മാസം നീണ്ടു നിന്നു അന്നത്തെ യുദ്ധം, സ്വാതന്ത്ര്യത്തിന്റെ യുദ്ധം. ആ 13 മാസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ കൈകളിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ജൂഡിയ ശമരിയ പ്രദേശങ്ങൾ
കിഴക്കൻ യെരൂശലേം അറബികൾ പിടിച്ചെടുത്തു. അവരുടെ പുണ്യഭൂമിയായി അത് പ്രസ്താവിച്ചു. അവരുടെ കരങ്ങളിലായിരുന്നു ആ സ്ഥലം, ജോർദാന്റെ കൈകളിലായിരുന്നു ആ സ്ഥലം. 1967 അത് ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു. ഇവിടെ നോക്കുക, ആ പ്രദേശം, ഈ ജൂഡിയ ശമരിയ പ്രദേശമാണ് ഈ മൂന്നാം ലോകയുദ്ധത്തിന്റെ കാരണമെന്ന് 5 അധ്യായം എടുത്തു പറയുന്നു. നമ്മൾ ജീവിക്കുന്ന ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. 35-ാം അധ്യായം നോക്കിയാട്ടെ. 35-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, യഹോവയുടെ ഉണ്ടായിരിക്കെ ഈ ജാതി രണ്ടും ഈ ദേശം രണ്ടും എനിക്കുള്ളതാകും. ജൂഡിയ ശമരിയ യേശാവിന്റെ വംശം പറയുകയാണ്. തീർന്നില്ലേ? അതിന്റെ 12-ാം വാക്യം, ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അവ ഞങ്ങൾക്കിരയായി നൽകപ്പെട്ടിരിക്കുന്നു. 48-ലെ 13 മാസത്തെ യുദ്ധത്തിൽ അവർ ഈ ഇസ്രായേൽ പർവ്വതങ്ങൾ പിടിച്ചെടുത്തു. ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചു, ഏതാണ് ഈ പർവ്വത നിരകൾ? ദാൻ മുതൽ ബർശേബ വരെയുള്ള ഇസ്രായേലിന് കൊടുത്ത ജനങ്ങൾ പാർക്കുന്ന ആ ഭൂമിയുടെ ഇടയിലുള്ള 2 പ്രദേശമാണ് ജൂഡിയ ശമരിയ. അവിടെ ഇസ്രായേലിന്റെ ഹൃദയമാണ്. അത് പർവ്വത നിരകളാണ്. എസെക്കേലിൽ മാത്രം നമ്മൾ കണ്ടു 20 പ്രാവശ്യത്തോളം ഇസ്രായേൽ പർവ്വതങ്ങളെ പരാമർശിക്കുന്നു. ബൈബിളിൽ വേറെ ഒരു ഭാഗത്തുമില്ലേ. ഈ ദാനും ബർശേബയ്ക്കും ഇടയിൽ പർവ്വത നിരകൾ എന്ന് പറയുന്നത് ഈ സ്ഥലമാണ്, ജൂഡിയ ശമരിയ സ്ഥലം. ഇന്ന് അതിൻ്റെ പേര് വെസ്റ്റ് ബാങ്ക് എന്നാണ്. അവിടെ ഒരു തെളിവൂടെ നമ്മൾ കണ്ടു. എസെക്കേൽ പ്രവചനം 20:40 ഇസ്രായേലിന്റെ ഉന്നത പർവ്വതങ്ങൾ, യാഗങ്ങൾ അർപ്പിക്കുന്ന അവിടെയാണ്. ദേവാലയം പണിയുന്ന യെരൂശലേമിനെ കുറിച്ചാണ് ഉന്നത പർവ്വതം എന്ന് പറയുന്നത്. 35-ാം അധ്യായത്തിന്റെ വിഷയം അതാണ്. 36-ാം അധ്യായം മുഴുവൻ ഇസ്രായേൽ പർവ്വതങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ്. അവിടുത്തെ വിഷയം എന്താണ്? അവിടുത്തെ വിഷയവും നോക്കിയാട്ടെ. 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5-ാമത്തെ വാക്യം, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏദോമിനോടും ഞാൻ നിശ്ചയമായി എൻ്റെ തീഷ്ണാക്തിയോടെ സംസാരിക്കും. അവർ എൻ്റെ ദേശത്തെ കവർച്ചയ്ക്കായി തള്ളിക്കളവാൻ തക്കവണ്ണം അതിനെ പൂർണ്ണ ഹൃദയ സന്തോഷത്തോടും നിന്നാഭാവത്തോടും കൂടെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ. സൗരന്മാരെ, ആ വാക്യം ശ്രദ്ധിച്ചാട്ടെ. ആരാണ് എൻ്റെ ദേശത്തെ ഏദോമ്യർ? നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പലസ്തീനികൾ അവകാശപ്പെട്ടു, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. ഈ എസെക്കേൽ 36-ന്റെ വിഷയം അതാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. 37-ാം അധ്യായത്തിലെ വിഷയം എന്താണ്? ഇസ്രായേലിനെ വീണ്ടും അവരുടെ ഭൂമിയിൽ കൊണ്ടുവരുന്ന സംഭവമാണ്. ഈ 37-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം എന്ന് നോക്കിയേ. എല്ലാവരും ശ്രദ്ധിക്കണേ. വളരെ പ്രാധാന്യത അർഹിക്കുന്ന കാലത്തിന്റെ അന്ത്യത്തിന്റെ സംഭവമാണ് നാം നോക്കുന്നത്. 37-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ദൈവം പറയുകയാണ്, യഹൂദനെ ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ കൊണ്ടുവരും. കഴിഞ്ഞ 2 അധ്യായങ്ങൾ നമ്മൾ കണ്ടു. ഏദോമ്യർ അവകാശപ്പെടുകയാണ്, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളുടെ അവകാശമാണ്. ഈ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലാണ് ഈസ്റ്റ് ജെറുസലേം, കിഴക്കൻ യെരൂശലേം. അവർ പ്രഖ്യാപിച്ചു, ഇത് മെക്കയും മെദീനയും കഴിഞ്ഞാൽ 3ാമത്തെ പുണ്യഭൂമിയാണ്. ഇതാര് പരിഹരിക്കും? ഇനിയും നോക്കാട്ടെ. ഈ പ്രശ്നം സങ്കീർണമായ ശേഷം അവസാനത്തെ യുദ്ധമാണ് 38-ഉം 39-ഉം അധ്യായം. ഈ യുദ്ധം എന്തിനുള്ള ബന്ധത്തിലാണ്? ഒരു വാക്യം നോക്കാട്ടെ, 2 വാക്യം നോക്കാം. അതിന്റെ 38-ന്റെ 8-ാം വാക്യം നോക്കിയേ. എവിടെയാണ് ഈ പറയുന്ന സൈന്യങ്ങൾ യുദ്ധത്തിന് കടന്നു വരുന്നത്? ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങൾ. അയ്യോ, എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ഈ 38-ാം അധ്യായത്തിൽ ഒരു കൂട്ടം രാഷ്ട്രങ്ങൾ റഷ്യയോടുകൂടെ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ദൈവവചനം നോക്കിയാട്ടെ, എവിടെ വരുമെന്ന് പറഞ്ഞു? ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരും, വെസ്റ്റ് ബാങ്കിൽ വരും. 39-ാം അധ്യായം നോക്കിയേ. ഞാൻ പറഞ്ഞു 5 അധ്യായത്തിലെ വിഷയം അതാണ്. 39-ന്റെ 2-ാം വാക്യം നോക്കിയേ. 39-ന്റെ 2-ാം വാക്യം, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 1/6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തു നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. 4-ാം വാക്യം, നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. എത്ര കൃത്യമായി ദൈവം 2600 വർഷം മുമ്പ് പറഞ്ഞു. കാലത്തിന്റെ അന്ത്യത്തിന്റെ പ്രശ്നം ഇസ്രായേൽ പർവ്വതമാണ്. നമ്മൾ വചനത്തെ കൊണ്ട് അപഗ്രഥിച്ച് കണ്ടു, അത് വെസ്റ്റ് ബാങ്ക് ആണ്. ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം അതാണ്. വേദപുസ്തകത്തിന്റെ ഹൃദയഭാഗത്തിൽ എസെക്കിയേൽ അന്ത്യകാലത്ത് സംഭവിക്കേണ്ടത് ദൈവം വെളിപ്പെടുത്തുമ്പോൾ 5 അധ്യായങ്ങൾ, ഈ 5 അധ്യായത്തിലെ വിഷയം ഇസ്രായേൽ പർവ്വതമാണ്. ഇതാർക്ക് വെളിപ്പെടുത്താൻ കഴിയും? 2600 വർഷം മുമ്പ് അന്ത്യകാല രാഷ്ട്രീയ പ്രശ്നം ആർക്ക് വെളിപ്പെടുത്താൻ കഴിയും?
സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ, ആരംഭത്തിൽ അവസാനം അറിയാവുന്ന ദൈവത്തിനല്ലാതെ, കാലങ്ങളെ വിലയിരുത്തുന്ന ദൈവത്തിനല്ലാതെ വേറെ ഒരാൾക്കും ഇത് വെളിപ്പെടുത്താൻ കഴിയില്ല. എന്തിനാണ് ഇസ്രായേലിനെ ഇവർ ആക്രമിക്കാൻ പോകുന്നത്? ഞാനതൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പോകാം. എപ്പോഴാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതെന്ന് ഇവിടെ സൂചനയുണ്ട്, അതും ഞാൻ പറയാം. എന്നാൽ പ്രാരംഭമായി പറയട്ടെ, ഇസ്രായേലിനെ എന്തിനാണ് ഇവർ ആക്രമിക്കുന്നത്? നമ്മുടെ കർത്താവ് മടങ്ങി വരണോ? ഹോശേയാവ് 5-ാം അധ്യായം എന്ന് എടുത്താട്ടെ. ഹോശേയ പ്രവചനം ഇതോട് ചേർത്ത് നമുക്ക് നോക്കാം. ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നോക്കിയേ. പ്രവാചകൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാട്ടെ. യെസ്, ആ വാക്യം ഒന്ന് നോക്കാട്ടെ. ഹോശേയാവ് 5-ന്റെ 15-ാമത്തെ വാക്യം. അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ആരാ ഈ വാക്ക് പറയുന്നത്? ദൈവപുത്രൻ. പ്രവചനാത്മാവിൽ ദൈവപുത്രൻ യഹൂദനോട് പറയുകയാണ്, അവരുടെ മധ്യത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു, സ്വന്തത്തിലേക്ക് അവൻ വന്നു, സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല, അവനെ ക്രൂശിച്ചു. ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങൾക്ക് വേണ്ടിയത് ബർബാസനെയാണ്. ഈ കർത്താവിനെ അവർ തിരസ്കരിച്ചു. കർത്താവ്, ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ മടങ്ങി സ്വർഗത്തിലേക്ക് പോയി. എത്ര നാൾ അവിടെയുണ്ട്? അവർ കുറ്റമേറ്റ് പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കണം. യഹൂദന്മാർ ദൈവപുത്രനെ അന്വേഷിക്കണം. ഞങ്ങൾക്ക് നിന്നെ വേണ്ട എന്നവർ പറഞ്ഞില്ലേ? അവരല്ലേ പറഞ്ഞത് നിന്നെ ക്രൂശിക്ക, ഞങ്ങൾക്ക് വേണ്ടിയത് ബർബാസനെയാണെന്ന്. അവരുടെ വായി കൊണ്ട് അവർ ഏറ്റുപറയണം, ഞങ്ങൾക്ക് ഈ കർത്താവിനെ വേണം. മത്തായിയുടെ സുവിശേഷം ഈ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. മത്തായി 23 നോക്കാട്ടെ. യേശുക്രിസ്തു തന്നെ അവരോട് പറഞ്ഞ ഒരു ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 23, 38, 39 വാക്യങ്ങൾ. മത്തായി 23, 38, 39 വാക്യം. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു യഹൂദരോട് പറയുകയാണ്, നിങ്ങൾ ഇനി എന്നെ കാണണോ? ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് നിങ്ങൾ പറയണം. ഹോശേയ 5:15 എന്താ വായിച്ചത്? അവർ കുറ്റമേറ്റു പറയണം, അവരെൻ്റെ മുഖം അന്വേഷിക്കണം, അതുവരെ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിൽ ഇരിക്കും. എന്നാൽ അവിടെ ഒരു സൂചന കണ്ടോ? അവരെപ്പോഴാണ് അന്വേഷിക്കുന്നത്? കഷ്ടതയിൽ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സഹോദരിമാരോട്, എന്നെ കേൾക്കുന്നവരോട് വളരെ വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, അടുത്ത ദൈവിക പ്രോഗ്രാം ഇസ്രായേലിൻ്റെ കഷ്ടകാലമാണ്. ഒരു വാക്യം മാത്രം ഞാനൊന്ന് എടുക്കാം. എൻ്റെ മനസ്സിൽ ഒരുപാട് വാക്യങ്ങൾ വരികയാണ്. ഞാൻ എഴുതി വെച്ചിട്ട് നോക്കുകയല്ല, എൻ്റെ മനസ്സിൽ ഓടി വരുന്ന വാക്യങ്ങളാണ്. യെരമ്യാ പ്രവചനം നിങ്ങളൊന്ന് നോക്കാട്ടെ. യെരമ്യാ പ്രവചനം അതിൻ്റെ 30-ാം അധ്യായം നോക്കാട്ടെ. പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഇന്ന് രാത്രി സംസാരിക്കുകയാണ് ശക്തമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവിക ഘടികാരത്തിൽ യഹൂദൻ മടങ്ങി വന്നു കഴിഞ്ഞു. അവനെ കൊണ്ടുവന്നു കഴിഞ്ഞു. അവൻ്റെ ദേശത്തിലേക്ക് അവനെ കൊണ്ടുവന്നു. ലോകത്തിൽ നിന്ന് 130 രാജ്യത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം അവനെ മടക്കി കൊണ്ടുവന്നു. ഇനിയും നടക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാട്ടെ. യെരമ്യാ 30 അവിടെ പറയുന്നുണ്ട് 1-ാം വാക്യത്തിൽ, ഇതൊരു പുസ്തകത്തിൽ എഴുതി വെക്കണം. എന്താ എഴുതി വെക്കാൻ പറഞ്ഞത്? 3-ാം വാക്യം നോക്കിയേ. ഞാൻ ഇസ്രയേലും യഹൂദായുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനം നിവർത്തിക്കപ്പെട്ടോ? എസെക്കേലിന്റെ സമകാലീനനാണ് യെരമ്യാവ്. യെരമ്യാവ് പ്രവചിച്ചത് നടന്നോ? ഏതാണ്ട് 2600 വർഷം മുമ്പ് ദൈവം പറഞ്ഞു, എഴുതിയൊരു പുസ്തകത്തിൽ വെച്ചു. ചരിത്രത്തിൽ ഒരു ദിവസം വരും, ഒരു കാലം വരും, ഒരു സമയം വരും, ഞാൻ അവരെ മടക്കിക്കൊണ്ടിരുന്ന സമയം വരും. അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് ഞാൻ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞു. അത് ചരിത്രത്തിൽ നടന്നു കഴിഞ്ഞു. ഇനിയും നടക്കേണ്ടി എന്താണ്? അതിൻ്റെ 4 തൊട്ട് വായിക്കണം. എല്ലാം വായിക്കണ്ട. 7-ാം വാക്യം ഒന്ന് വായിച്ചാൽ മതി, സമയമില്ലാത്തത് കൊണ്ട്. 7-ാം വാക്യം നോക്കി. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. നമ്മൾ ഹോശേയ 5:15 എന്താ വായിച്ചത്? അവരുടെ കഷ്ടതയിൽ അവരെന്നെ അന്വേഷിക്കും. സൗരന്മാരെ, മടങ്ങി വന്ന യഹൂദൻ ആത്മിക അന്ധനാണ്, ആത്മിക കുരുടനാണ്. ഞാൻ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. റോമലേഖനം 11:15 ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുന്നത് വരെ ഇസ്രായേലിന് അംശമായ കാഠിന്യം, പാർഷ്യൽ ബ്ലൈൻഡ്നെസ്. സഭയുടെ പൂർണ്ണസംഖ്യ ചേരുന്നത് വരെ യഹൂദൻ അന്ധതയാണ്. അവന് തിരിച്ചറിയാൻ നിവൃത്തിയില്ല. അവൻ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഹോശേയ 5:15 നമ്മൾ വായിച്ചു, അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിച്ചെങ്കിലേ ഞാൻ മടങ്ങി വരികയുള്ളൂ. എപ്പോഴാണ് അവർ അന്വേഷിക്കാൻ പോകുന്നത്?
അവരുടെ കഷ്ടതയിൽ എന്നെ അന്വേഷിക്കും. അവരോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു മഹാകഷ്ടം കൊണ്ടുവരാൻ പോവുകയാണ്. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങളിപ്പോൾ വാർത്തകൾ, ഇന്നലെയും ഇന്നും വാർത്തകൾ ശ്രദ്ധിച്ചോ? എന്താ പറയുന്നത്? അമേരിക്ക ഇറാനെ ബോംബ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അവര് ഫ്ലൈറ്റുകളൊക്കെ അടുപ്പിച്ചു കൊണ്ടുവന്നു, കപ്പലൊക്കെ അടുത്തു കൊണ്ടുവന്നു. എന്നാൽ അമേരിക്ക ബോംബ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രയേലും സൗദിയും UAE-യും ഈ രാഷ്ട്രങ്ങളെല്ലാം അമേരിക്കയോട് പറഞ്ഞു ബോംബ് ചെയ്യരുത്. എന്താ കാരണം? എന്താ? അവർക്ക് ഇറാനെ പേടിയാണ്. ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ കൈകളിലുള്ള ആയുധങ്ങൾ കൊണ്ട് അമേരിക്കയുടെ താവളങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ, സൗദിയിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റിനിലുണ്ട്, UAE-യിലുണ്ട്, ഈ പ്രദേശങ്ങൾ മുഴുവൻ ഞങ്ങൾ ബോംബ് ചെയ്യും. ഇസ്രയേലിൽ ഞങ്ങൾ ബോംബ് ചെയ്യും. ഒരു യുദ്ധം ഇപ്പം നടക്കുമെന്ന് വിചാരിച്ചു. ഒരിക്കൽ ഡൊണാൾഡ് ട്രംപ് ചെറിയ അങ്ങോട്ട് പുറകോട്ട് പോയി. കാരണം ഇസ്രയേൽ ഉൾപ്പെടെ പറഞ്ഞു ബോംബ് ചെയ്യരുത്. കാരണം പരസ്യമായി ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നത് ഈ രാജ്യങ്ങളെയാണ്. ഏതായുധങ്ങൾ പ്രയോഗിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഭയപ്പെട്ട് പുറകോട്ട് കാലുകൾ എടുത്തു വെച്ചു. ഇവിടെ ഞാൻ പറയട്ടെ, അമേരിക്കയാണ് ഇസ്രയേലിന്റെ പക്ഷത്ത് നിൽക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകാം. ഈ സന്ദർഭം യാക്കോബിന്റെ കഷ്ടകാലം. അന്ന് അമേരിക്ക ഇസ്രയേലിനെ കൈവിടും. അതെങ്ങനെയാ ബ്രദർ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. അതേ അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 14-ാം വാക്യം, 2 വാക്യങ്ങളുടെ ആരംഭം വായിച്ചാൽ മതി. നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ലേ? നിന്റെ സ്നേഹിതന്മാർ നിന്നെ മറക്കും. അമേരിക്ക ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യില്ല. 2 കാരണങ്ങളാണ് ചിന്തിക്കാൻ കഴിയുന്നത്. അമേരിക്കയിൽ ഭയങ്കരമായ സാമ്പത്തിക പ്രശ്നമാണ്. പുറത്തിത് അറിയുന്നില്ല. അമേരിക്ക ഏതാണ്ട് 37 ലക്ഷം കോടി ഡോളർ കടത്തിൽ നിൽക്കുകയാണ്. $37 ട്രില്യൺ കടം. നമുക്ക് ചിന്തിക്കാനൊക്കെ ഇല്ലേ? 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് 12 പൂജ്യം ഇടണം. അപ്പം 37 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂട്ടി നോക്കി. ഒരു അമേരിക്കൻ ഗവൺമെന്റിനും അത് വീട്ടാൻ കഴിയുന്നില്ല. ഡൊണാൾഡ് ട്രംപ് കിടന്നുകൊണ്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്ന കണ്ടോ? ടാരിഫ് കൊണ്ടുവരുന്നു, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഇത് പുറത്തു പറയാത്തൊരു സത്യം അമേരിക്കയുടെ കടം കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കാത്തതുകൊണ്ടാണ്. 1, അവർക്ക് സാമ്പത്തിക തകർച്ച വരാൻ സാധ്യതയുണ്ട്. 2, ഉൽപ്രാവണം കഴിയുമ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരുപാട് പേർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ളത് സെക്കുലർ രാജ്യമാണ്. ഇന്ന് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് വിശ്വാസികളുള്ളത് കൊണ്ടാണ്. റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്ന ഒരുപാട് പേര് വിശ്വാസികളാണ്. ആ കാഹളം ധരിക്കുമ്പോൾ അവരിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഡെമോക്രാറ്റ്സും അതുപോലെ ഈ ദൈവവിശ്വാസികളല്ലാത്തവരും സെക്കുലർ ആയവർ അമേരിക്ക ഭരിച്ചാൽ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഒരു മഹോപദ്രവ കാലഘട്ടം, യാക്കോബിന് കഷ്ടകാലം. വീണ്ടും നമുക്ക് എസെക്കിയേൽ പ്രവചനത്തിൽ വരാം. ശേഷിക്കുന്ന സമയത്തിൽ ഞാൻ അവിടോട്ടൊന്ന് പോയിക്കോട്ടെ. ഈ 36-ഉം 37-ഉം അധ്യായമുണ്ടല്ലോ, 38-ഉം 39-ഉം അധ്യായമുണ്ടല്ലോ. നമ്മൾ കണ്ടു അവസാനം ഇസ്രയേൽ പർവ്വതങ്ങൾ, വെസ്റ്റ് ബാങ്കിന്റെ ഇഷ്യൂ ആണ്. ഇന്ന് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കാൻ ലോകത്തിൽ സമ്മർദ്ദമേറുകയാണ്. വിട്ടുകൊടുക്കാതെ വരുമ്പോൾ ഇസ്രയേൽ 67-ൽ പിടിച്ചെടുത്തതാണ് വെസ്റ്റ് ബാങ്ക് ഒക്കെ. നിങ്ങൾക്കറിയാം, UN-ൽ ഇത് വിട്ടുകൊടുക്കാനായിട്ട് പ്രബന്ധം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് വീറ്റോ ചെയ്യുകയും ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യം. അമേരിക്കയെ ദൈവം തകർക്കാൻ പോകുന്നത് ഇസ്രയേലിനോടുള്ള ബന്ധത്തിലായിരിക്കും. അവർ തകർന്നെങ്കിലേ ഇസ്രയേലിനോട് ദൈവത്തിന് ഇടപെടാൻ കഴിയുള്ളൂ. ഈ ആക്രമണം 38-39 അധ്യായത്തിലെ ആക്രമണം, ആ ആക്രമണം നടന്നു കഴിയുമ്പോൾ അതിൻ്റെ 38-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നോക്കിയേ. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണുക എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവയെന്ന് അവർ അറിയുകയും ചെയ്യും. ഞാൻ യഹോവയെന്ന് അവർ അറിയും. ഈ 38-ാം അധ്യായത്തിലെ യുദ്ധം നടക്കുമ്പോൾ, വെസ്റ്റ് ബാങ്കിനുള്ള ബന്ധത്തിൽ യുദ്ധം നടക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. 39-ാം അധ്യായം നോക്കിയേ, 21-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നടത്തിയിരിക്കുന്ന എൻ്റെ ന്യായവിധിയും ഞാൻ അവരുടെ മേൽ വെച്ച എൻ്റെ കൈയും സകല ജാതികളും കാണും. അടുത്ത വാക്യം. അങ്ങനെ
അങ്ങനെ അന്നു മുതൽ മേലാൽ ഞാൻ തങ്ങളുടെ ദൈവമായ യഹോവയെന്ന് ഇസ്രായേൽ ഗൃഹം അറിയും. ഇസ്രായേൽ ഗൃഹം ദൈവത്തെ അറിയാൻ പോകുന്നത് ഈ 38-39 അധ്യായത്തിലെ യുദ്ധം കൊണ്ടാണ്. പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, ഇസ്രായേൽ മടങ്ങി വന്നു കഴിഞ്ഞു. യെരമ്യാ 30 നമ്മൾ കണ്ടു. അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്തത് യാക്കോബിന്റെ കഷ്ടകാലമാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, അത് നടക്കണമെങ്കിൽ മധ്യാകാശത്തിൽ കാഹളം ധ്വനിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോകണം. ഞാനും നിങ്ങളും മാറ്റപ്പെടാതെ ആ കാര്യം നടക്കില്ല. ഉൽപ്രാപണം നടക്കാൻ സമയം അതിക്രമിച്ച് കിടക്കുകയാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഓവർ ഡ്യൂ ആയി കിടക്കുകയാണ്. ദൈവസഭയുടെ നിന്ന് പോകുവാൻ ഓവർ ഡ്യൂ ആയി കിടക്കുകയാണ്. ദൈവം എന്തുകൊണ്ടോ അല്പസമയം കൂടെ തന്നിരിക്കുകയാണ്. ചിലരെ കൂടെ രക്ഷിക്കാൻ ദൈവത്തിന് കരുണ തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരുങ്ങുവാൻ ദൈവം കുറച്ചുകൂടെ സമയം തന്നിട്ടുണ്ട്. ഇനി 38-ാം അധ്യായത്തിലേക്കൊന്ന് കടന്നു വരാം. 2600 വർഷം മുമ്പ് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെ നമ്മൾ വിലയിരുത്തിയാൽ ഞാൻ അവിടെ നിന്ന് 2-3 കാര്യങ്ങൾ എടുത്ത് കാണിക്കാം. നമ്മുടെ ഹൃദയം ദൈവസന്നിൽ വിനയപ്പെട്ട് അവന്റെ സന്നിൽ മുട്ടുകുത്തും. ഒന്ന്, ഈ യുദ്ധം എപ്പോഴാണ് നടക്കുന്നത്? നമ്മൾ ഓർക്കണം, ഇത് എഴുതിയത് 2600 വർഷം മുമ്പാണ്. ഈ യുദ്ധം ലോകം 2 ചേരിയിലാകുമെന്ന് രേഖപ്പെടുത്തി. ഒന്ന്, റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ, മറ്റൊന്ന് അമേരിക്കയുടെയും ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ നോക്കാം. ഈ അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ ഗോളം കണ്ടോ? ഇന്നത്തെ രാഷ്ട്രീയ ഗോളം കണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളും എവിടെ ചെന്നു? ദൈവത്തിന്റെ കടികാരത്തിൽ പദ്ധതിയിൽ ഞാനും നിങ്ങളും എവിടെ ചെന്നു കഴിഞ്ഞു? യെസ്, അതിൻ്റെ 7-ാം വാക്യം, 38-ന്റെ 7-ാം വാക്യം ആദ്യം ഒന്ന് വായിക്കാം. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. നീ അവർക്ക് മേധാവിയായിരിക്കാം. നീ അവർക്ക് മേധാവിയാകണം. യു ബി ദ ലീഡർ ഫോർ ദീസ് പീപ്പിൾ. നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന ഇവർക്ക് നീ ലീഡറായിരിക്കണം. നീയാണ് യുദ്ധം നയിക്കേണ്ടത്. ആരോടാ ദൈവം പറയുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന പേരുകൾ അപഗ്രഥിക്കാൻ നമ്മുടെ മുന്നിൽ സമയം പരിമിതമാണെങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ. ആദ്യം ദൈവം പറയുന്നു രോഷ്. അറബി ഭാഷയിൽ രോഷ് എന്ന് പറഞ്ഞാൽ റഷ്യ എന്നാണ്. ഹീബ്രു ലെക്സിക്കൻ രോഷ് എന്ന് പറഞ്ഞാൽ റഷ്യ എന്നാണ്. പോട്ടെ, നമുക്ക് വേറെ ഒരു തെളിവെടുക്കാം. ഇവർ ഇസ്രായേലിനെ ആക്രമിക്കുന്ന എവിടെ നിന്നാണ്? അതിന്റെ 15-ാം വാക്യം നോക്കിയേ. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. നോക്കുക, അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, വടക്കേ അറ്റത്ത് നിന്ന് വരും. 39-ന്റെ 2-ാം വാക്യം. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 1/6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. വെസ്റ്റ് ബാങ്കിൽ നിന്നെ കൊണ്ടുവരുന്നത് വടക്കേ അറ്റത്ത് നിന്നാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ വിൽ ബ്രിങ് യു ഫ്രം ദ അട്ടർമോസ്റ്റ് നോർത്ത്. ഇസ്രായേലിന്റെ വടക്ക് രാജ്യങ്ങളുണ്ട്, എന്നാൽ ഏറ്റവും വടക്ക് കിടക്കുന്നത് റഷ്യയാണ്. അതിന്റെ അപ്പുറത്ത് രാജ്യങ്ങളില്ല. അവിടെ നിന്ന് നിന്നെ കൊണ്ടുവരും. എന്റെ കേൾവിക്കാരോട് പറയട്ടെ, ദൈവം എത്ര വലിയവനാണെന്ന് ഓർത്ത്. 2600 വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഒരു കൂട്ടം രാജ്യങ്ങൾ റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ കൂടും കാലത്തിന്റെ അന്ത്യത്തിൽ. വെസ്റ്റ് ബാങ്ക് ആയിരിക്കും ഇഷ്യൂ. ഇനി ഏതൊക്കെ രാജ്യമാണ് കൂടുന്നതെന്ന് നോക്കട്ടെ. ഇവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഏതൊക്കെ രാജ്യമാണ്? 2-ാമത്തെ കൂട്ടരെ, ഇതിനെ എതിർക്കുന്നവരെ കുറിച്ച് നമുക്ക് പുറകെ നോക്കാം. അതിന്റെ 5-ാം വാക്യം നോക്കിയേ. 5-ാം വാക്യം. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരികയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗൃഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. യെസ്, ദൈവം അവിടെ രാജ്യങ്ങളുടെ പേരെടുത്ത് പറയുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ദൈവത്തിനല്ലാതെ 2600 വർഷം മുമ്പ് ഈ രാജ്യങ്ങളുടെ പേര് ആർക്ക് പറയാൻ കഴിയും? റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്തു വരുന്ന ആദ്യത്തെ രാജ്യം പേർഷ്യ. ആരാണ് പേർഷ്യ? ഇറാൻ. ഇന്നത്തെ ഇറാൻ. നമ്മൾ അല്പം നാളുകൾക്ക് മുമ്പ് കണ്ടു, ഇറാൻ ഇസ്രായേലിന്റെ അതിരില്ല. ഇസ്രായേലിൽ നിന്ന് 1600 കിലോമീറ്റർ അപ്പുറത്താണ് ഇറാൻ. ഇതിന്റെ മധ്യത്തില് മറ്റ് രാജ്യങ്ങളുണ്ട്. പക്ഷേ എന്തിനാണ് ഇറാൻ ഇസ്രായേലിനെ വകവരുത്താൻ ശ്രമിക്കുന്നത്? അവരുടെ ഭരണകർത്താവായ ആയത്തുള്ള ഖൊമേനി പറഞ്ഞു, ഇറ്റ് ഈസ് എറാഡിക്കേഷൻ ഓഫ് ഇസ്രായേൽ ഈസ് എ റിലീജിയസ് ആൻഡ് മോറൽ ഡ്യൂട്ടി. ഇസ്രായേലിനെ തുടച്ചു കളയേണ്ടത് ധാർമ്മികവും മതപരവുമായ ആവശ്യമാണ്.
ഷിയ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു അവരുടെ സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടും. 12ാമത്തെ മഹദി മടങ്ങി വരും. ആ മഹദി മടങ്ങി വരണമെങ്കിൽ ലോകത്തിൽ അരാജകത്വം ഉണ്ടാകണം. അരാജകത്വം ഇല്ലാതാക്കുവാൻ മഹദി വരും. ഈ മഹദി വരുമ്പോൾ ഒരു ഷിയ സാമ്രാജ്യം ലോകത്തിൽ സ്ഥാപിക്കും. ഇതാണ് ഷിയകൾ വിശ്വസിക്കുന്നത്. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അവരുടെ ബദ്ധ വൈരാഗികളാണ് ഇസ്രയേൽ. മതപരവും ധാർമ്മികവുമായ ഡ്യൂട്ടിയാണ് ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യാൻ. ആരാ പറഞ്ഞത്? അയത്തുള്ള ഖൊമേനി. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഷാ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇസ്രയേലിന്റെയും പക്ഷത്തായിരുന്നു. എന്നാൽ 1979 ഇറാനിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടായി. ആ വിപ്ലവമാണ് മതപരമായ വിപ്ലവം. അവിടെ ഖൊമേനിമാര് അയത്തുള്ള ഭരണത്തിൽ വന്നു. അവര് റഷ്യയുടെ പക്ഷത്തിലായി. ഇപ്പം കണ്ടോ, അമേരിക്ക ബോംബ് എന്ന് പറയുമ്പോൾ റഷ്യ ശബ്ദം ഉയർത്തി കഴിഞ്ഞു. റഷ്യ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇവിടെ പറഞ്ഞ രാജ്യം ഇറാൻ. രണ്ടാമത് പറഞ്ഞത് എടുക്കാൻ സമയമില്ല, അധിക സമയമില്ല. കൂശ്യര് ആരാണത്? എത്യോപ്യ. അതിൻ്റെ അടുക്കൽ കിടക്കുന്ന സുഡാന്റെ നോർത്തേൺ പാർട്ട് ഭീകരവാദികൾ ഭരിക്കുന്ന ഇസ്ലാമിക് രാജ്യമാണ്. മൂന്നാമത് പറഞ്ഞു പൂത്യര് ലിബിയയും അൾജീരിയയും ടുണീഷ്യയും. കേണൽ ഗദാഫി ഭരിച്ചിരുന്ന അവിടം ISIS-ന്റെ കയ്യിലാണ്. നാലാമത് പറഞ്ഞു അധികം ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാണ് ഗോമർ. ഗോമർ എന്ന് പറയുന്നതാണ് ബൈബിളിലെ ഗലാത്യർ എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ ഗലാത്യ ലേഖനമുണ്ടല്ലോ, അത് ഗോമറിന്റെ സ്ഥലമാണ്. അതെവിടമാണ്? ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിന്റെ മധ്യഭാഗത്തിലാണ്. ഇനിയും നിങ്ങൾ ആ 38-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് മേശക് തൂബൽ, എൻ്റെ കയ്യിൽ മാപ്പുണ്ട്, ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളുടെ ചിത്രമുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും അത് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കോപ്പി തരാൻ നോക്കാം. കാരണം അത്ര കൃത്യമായി. മേശക് തൂബേൽ എന്ന് പറയുന്നത് ടർക്കിയാണ്. 45 വർഷം മുമ്പ് ചിലരുടെ കൈകളിലെങ്കിലും ഉണ്ട് റേറി സ്റ്റഡി ബൈബിൾ. ഒരു പണ്ഡിതനായ ഭക്തന്റെ ബൈബിളാണ് റേറി സ്റ്റഡി ബൈബിൾ. അദ്ദേഹം എഴുതി 45 വർഷം മുമ്പ് ടർക്കിയും ഇറാനും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വിരോധമായി റഷ്യയുടെ ഭാഗത്ത് വരും. അന്നൊന്നും ചിന്തിക്കാനൊത്തില്ല. എന്നാൽ 1979 വിപ്ലവം, ഇറാൻ റഷ്യയുടെ പക്ഷത്തിലായി. ടർക്കിയിലെ ഈ ഇസ്രയേലിന് അനുകൂലമായിരുന്ന ഭരണകൂടമായിരുന്നു. അവിടെ തീവ്രവാദികളായ AKP എന്ന് പറയുന്ന മുസ്ലിം ഭരണം അവിടെ വന്നു കഴിഞ്ഞു. തിരുവചനത്തിലെ വാക്കുകൾ നോക്കിയേ. അതുകൂടാതെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വടക്കേ അറ്റത്തുള്ള തോഗർമ ഗൃഹം. എനിക്ക് എടുത്തു കാണിക്കാനായിട്ട് സാധിക്കും. മാഗോഗ് ദേശം എന്ന് പറയുന്നത് റഷ്യയുടെ തെക്ക് ഭാഗത്ത് കസാക്കിസ്ഥാൻ, ഉസ്ബാക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ചച്ചമിസ്ഥാൻ, ഇങ്ങനെ അനേക ഇസ്ലാമിക് രാജ്യങ്ങൾ സ്വതന്ത്രമായി 1991 അത് മാഗോഗിൻ്റെ ദേശമാണ്. ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ, നീ അവർക്ക് മേധാവിയാകണം. ഇസ്രയേലിനെ ആക്രമിക്കാൻ റഷ്യയോട് ദൈവം പറയുകയാണ്, യു ബി ദ ലീഡർ. ഏത് രാജ്യങ്ങളായത്? എന്നെ പ്രിയപ്പെട്ടവരെ, 2 കൈകൾ നമ്മൾ ഉയർത്തി നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം ഓർക്കണം. ആരാണ് ഈ രാജ്യങ്ങൾ? ഇസ്ലാം രാജ്യങ്ങൾ എന്നല്ല, ഇസ്ലാം തീവ്രവാദികൾ. തീവ്രവാദത്തിന് പണം ചെലവഴിച്ച് ഇസ്രയേലിനെ നിഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ രാജ്യങ്ങളെല്ലാം. അവരുടെ പേരാണ് ദൈവം 2600 വർഷം മുമ്പ് പറഞ്ഞത്. ഈ ഇറാനാണ് ഹെസ്ബുള്ള എന്ന് പറയുന്ന ലെബനോനിലെ തീവ്രവാദികള്, ഗാസയിലെ ഹമാസിന്, യമനിലെ ഹൂത്തികള്. ഈ തീവ്രവാദികൾക്കെല്ലാം പണം കൊടുക്കുന്നവരാണ് ഇറാനാണ്, ഈ പേർഷ്യയാണ്. എന്നെ കേൾക്കുന്നവരെ വിനയപ്പെട്ട് ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ശക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, ആ റഷ്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങൾ ആ ചേരിയിലായി കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി ആ ചേരിയിലായി കഴിഞ്ഞു എന്നുള്ളത് മറക്കാതെ ഓർക്കുക. എന്നാൽ അടുത്ത ഭാഗം നോക്കാം. ഇവരാക്രമിക്കുമ്പോൾ ഇതിനെ എതിർക്കുന്നവരാരാണ്? അതേ അധ്യായം 38 അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 38-ന്റെ 13-ാം വാക്യം. ശെബയും ദേദാനും തർശീഷ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ടു പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുമോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. നോക്കുക, റഷ്യയുടെ കൂടെ തീവ്രവാദത്തിന് കൊടുത്ത രാജ്യങ്ങൾ ഇസ്രയേലിനെ വെസ്റ്റ് ബാങ്കിനുള്ള ബന്ധത്തിൽ ആക്രമണം നടത്തുമ്പോൾ, പലസ്തീൻ രാജ്യം രൂപീകരിക്കാൻ അവർ ആക്രമണം നടത്തുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന രാജ്യങ്ങളുടെ പേര് ദൈവം പറഞ്ഞു. ശെബയും ദെദാനും തർശീഷ് വർത്തകന്മാരും. ഇനിയും ഞാൻ എടുക്കുന്ന വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ആരാണ് ഈ ശെബയും ദെദാനും?
ഉൽപ്പത്തി 25 എടുത്തേ. ഉൽപ്പത്തി പുസ്തകം 25. നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് അതൊന്ന് പരിശോധിക്കാം. എൻ്റെ നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ബൈബിള് ഇതെന്തൊരു പുസ്തകമാണ്, എന്തൊരു പുസ്തകമാണ്! നമ്മളെ ജ്ഞാനിയാക്കുന്ന ഗ്രന്ഥം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. അബ്രഹാമിന്റെ ഭാര്യ സാറ മരിച്ചു. താൻ കെത്തൂറ വിവാഹം കഴിക്കുന്നു. 6 ആൺമക്കളുണ്ടായി കെത്തൂറയ്ക്ക്. രണ്ടാമത്തെ നോക്കിയ 25-ന്റെ ഞാൻ വായിക്കുന്നില്ല. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചവൾക്ക് കെത്തൂറ എന്ന് പേര്. 2-ാം വാക്യത്തില് 6 ആൺമക്കളുടെ പേരുണ്ട്. രണ്ടാമത്തെ മകന്റെ പേരാണ് യൊക്താൻ. 3-ാം വാക്യം നോക്കി, യൊക്താന്റെ മക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. യൊക്താൻ ശേബയും ദേദാനെയും ജനിപ്പിച്ചു. ശേബയും ദേദാനും അണ്ടർലൈൻ ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കുകയാണ്, ശേബയും ദേദാനും തർശീശ് വർത്തകന്മാരും കൂടെ ആണ് എതിർക്കുന്നത്. ആരാണ് ഇവരെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ശേബയും ദേദാനും. ഇനിയും ഇതേ അധ്യായത്തിൽ ഹാഗർ എന്ന് പറയുന്ന അബ്രഹാമിൻ്റെ ദാസിയിൽ ഒരു മകനുണ്ടായി, ഇസ്മായേൽ. ആ 25-ന്റെ 12-ാം വാക്യം നോക്കി. സാറയുടെ മിസ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മായേലിന്റെ വംശപാരമ്പര്യം. മതി. അതിന്റെ 16-ാം വാക്യം. 12 പ്രഭുക്കന്മാരായ ഇസ്മായേലിന്റെ പുത്രന്മാർ അവരുടെ ഊരുകളിലും പാളയങ്ങളിലും വംശം വംശമായി ഇവർ ആകുന്നു. ഇസ്മായേലിന് 12 മക്കളുണ്ടായി. അവരുടെ പേരുകൾ അവിടെ ഉണ്ട്, ഞാൻ വായിച്ചില്ല. നമുക്ക് യാക്കോബിന് 12 മക്കളുണ്ടെന്നറിയാം. ഇപ്പോൾ അബ്രഹാമിന്റെ സന്തതികളെ ഓർത്ത്, അബ്രഹാമിന്റെ സാറയ്ക്ക് മരണശേഷം കെത്തൂറയിൽ 6 മക്കള്, ഹാഗറിൽ ഇസ്മായേൽ ഉണ്ടായി, അതിൽ 12 മക്കള്. ഇവരെല്ലാം കൂടി ഒന്നിച്ചു പാർക്കുകയാണ്. അബ്രഹാം മരിക്കുന്നതിന് മുമ്പ് കുടുംബകാര്യം ക്രമീകരിക്കുമ്പോൾ അബ്രഹാം ചെയ്തൊരു കാര്യം കണ്ടോ? 25-ാം അധ്യായത്തിന്റെ 5-6 വാക്യം വായിച്ച്. ഇവിടെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. 25-ാം അധ്യായത്തിന്റെ 5-6 വാക്യം. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. മതി. അബ്രഹാമിന്റെ വെപ്പാട്ടികൾ ബഹുവചനമാണ്, കൺകുബിൻസ്. സാറയാണ് ഭാര്യ, പിന്നീട് കെത്തൂറയും ഹാഗറും. ഇവരുടെ മക്കൾക്ക് അബ്രഹാം എന്ത് ചെയ്തു? ആ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിന് ഈ പലസ്തീന്റെ ഇസ്രായേലിന്റെ മണ്ണ് കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ വായിക്കുന്ന കണ്ടോ, ഈ വെപ്പാട്ടികളുടെ മക്കളെ എങ്ങോട്ടയച്ചു? കിഴക്കോട്ടയച്ചു. നിങ്ങളുടെ ബൈബിളിന്റെ പുറകില് മാപ്പുണ്ട്. ആ മാപ്പ് എടുത്തൊന്ന് നോക്കിയേ. ഇസ്രായേലിന്റെ കിഴക്ക് കിടക്കുന്ന സ്ഥലം ഏതാണ്? ഇസ്രായേലിന്റെ കിഴക്ക് കിടക്കുന്ന സ്ഥലം അറേബ്യൻ മരുഭൂമിയാണ്. അറേബ്യൻ മരുഭൂമി. അപ്പോൾ ഇവരെ അറേബ്യൻ മരുഭൂമിയിലോട്ട് അയച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇവരെ ചെല്ലുന്നതിന് ഏതാണ്ട് 200 വർഷം മുമ്പ് നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ യൊക്താൻ എന്ന് പറയുന്ന അബ്രഹാമിന്റെ ബന്ധുക്കളുടെ മക്കളും കൊച്ചുമക്കളും അവിടെയുണ്ട്. അവരുടെ അടുക്കലോട്ടാണ് അബ്രഹാം ഇവരെ അയച്ചത്. എന്നാൽ ഓർക്കണം, ഈ അബ്രഹാമിന്റെ സന്തതികൾ പോയത് മരുഭൂമിയിലോട്ടാണ്, അറേബ്യൻ മരുഭൂമി. ഉൽപ്പത്തി 16-12 നോക്കി. ഉൽപ്പത്തി 16-12 ഇസ്മായേൽ എങ്ങനെയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞു? അവൻ കാട്ടുകഴുതയെ പോലെ ഉള്ള മനുഷ്യനായിരിക്കും. കാട്ടുകഴുത. ഇയ്യോബിന്റെ പുസ്തകം എടുത്തേ ബ്രദറെ. ഈ കാട്ടുകഴുത എവിടെ താമസിക്കുന്നത് നോക്കിയേ. ഉൽപ്പത്തി 39-ന്റെ 6 തൊട്ടുള്ള വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 39, ഇയ്യോബ് 39-ന്റെ 6 തൊട്ട് 8 വരെയുള്ള വാക്യം. ദൈവം പറയുന്നുണ്ട്, കാട്ടുകഴുത. വായിച്ചു. ഞാൻ മരുഭൂമിയെ അതിന് വീടും ഉവർനിലത്തെ അതിന് പാർപ്പിടവുമാക്കി. കാട്ടുകഴുത മരുഭൂമി അതിന്റെ വാസമാക്കി ഞാൻ തീർത്തു. ഇസ്മായേൽ താമസിക്കുന്നത് എവിടെയാണ്? മരുഭൂമിയിലാണ്. കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യൻ, അവൻ വീട് വെക്കില്ല. അവൻ ഇങ്ങനെ റോന്തിയുറ്റി നടക്കുന്നു. ഈ കാട്ടുകഴുതകൾ കൂട്ടമായി നടക്കും. അതുപോലെ അറബികൾ കൂട്ടമായി നടന്നു പുരാതന കാലത്ത്. ആധുനിക ലോകത്തിൽ അവരാരാണ്? ഇന്ന് കാണുന്ന സൗദി അറേബ്യ, ബഹ്റിൻ, ഒമാൻ, ഖത്തർ, UAE ഈ രാജ്യങ്ങളൊക്കെ ഏതാണ്? ശെബയും ദേദാനുമാണ്. ശെബയും ദേദാന്റെ സന്തതികളാണ്. എത്ര കൃത്യമാണെന്ന് നോക്കിയാട്ടെ. അവർ പാർക്കുന്നത് എവിടെയാണ്? മരുഭൂമിയിലാണ്. അവരാരോടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ഒറ്റ വാക്യം ഓടിച്ചു നോക്കാം. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം നോക്കിയാട്ടെ. ശെബയും ദേദാനും തർശീശ് വർത്തകന്മാരും. ആരാണ് ഈ തർശീശ് വർത്തകന്മാര്? ആരാണ് തർശീശ് വർത്തകന്മാർ? ഇംഗ്ലീഷിൽ വായിച്ചാൽ മർച്ചൻസ് ഓഫ് തർശീഷ് എന്നാണ്. തർശീശ് വ്യാപാരികൾ എന്നാണ്. ആരാണ് ഈ തർശീശ് വ്യാപാരികൾ? ഞാനൊന്ന് ഓടിച്ചു പറയട്ടെ.
2 വാക്യങ്ങളൊന്ന് വായിച്ചാൽ മതി. എസെക്കിയേൽ തന്നെ 27:12 ഒന്ന് നോക്കിയേ. എസെക്കിയേൽ 27:12. സോർ എന്ന് പറയുന്ന രാജ്യത്ത്, ടയർ എന്ന് പറയുന്ന ലെബനോന്റെ തീരത്തുള്ള ഒരു തുറമുഖ പട്ടണമാണ് ടയർ. ടയറിൽ വ്യാപാരം ചെയ്തു. തർശീശ് ആരാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ 12-ാം വാക്യം. തർശീശ് സകലവിധ സമ്പത്തിന്റെയും പെരുപ്പം നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരീയം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു. യെസ്, അവരുടെ കച്ചവടം ഇരുമ്പും ഈയവും ഒക്കെയാണ്. അവരെങ്ങനെ കച്ചവടം ചെയ്തത്? 25-ാം വാക്യം നോക്കിയേ. തർശീശ് കപ്പലുകൾ നിനക്ക് ചരക്ക് കൊണ്ടുവന്നു, നീ പരിപൂർണയും സമുദ്രമധ്യേ. മതി. തർശീസ് എന്ന് പറഞ്ഞാൽ അവർ ഇരുമ്പും ഈയും ഒക്കെ കച്ചവടം ചെയ്തവരാണ്. ബ്രിട്ടൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ബാരിറ്റാനിയ ടിൻ മെർച്ചൻസ് എന്നാണ്. ടിന്ന് കച്ചവടം ചെയ്തവർ, ഇരുമ്പും ടിന്നുമൊക്കെ കച്ചവടം ചെയ്തവർ, അവരുടെ പേരാണ് ബ്രിട്ടൻ. ബ്രിട്ടീഷുകാര്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ബ്രിട്ടീഷുകാർ മാത്രമല്ല, എസെക്കിയേൽ നമ്മൾ വായിക്കുന്ന നോക്കിയേ, തർശീശ് വർത്തകന്മാർ, മെർച്ചൻസ് ഓഫ് തർശീശ് ആൻഡ് ഇറ്റ്സ് യങ് ലയൺസ്, അവരുടെ ബാലസിംഹങ്ങൾ. ആരാണ് അമേരിക്ക? അമേരിക്കയിൽ സായിപ്പന്മാരായിരുന്നോ? അല്ല. 17-ാം നൂറ്റാണ്ടിലാണ് റെഡ് ഇന്ത്യൻസ് വാർത്ത. അവിടെ കൊളംബസ് കണ്ടുപിടിച്ചിട്ട് 37 ദശലക്ഷം ബ്രിട്ടീഷുകാർ അവിടെ പോയത്. പുതിയൊരു രാജ്യം. അതുകൊണ്ടാണ് യങ് ലയൺസ് എന്ന് പറഞ്ഞത്. ബ്രിട്ടീഷുകാരും അവരും. ഞാൻ ചോദിച്ചോട്ടെ, സൗദിയിലും ബഹറിലും ഖത്തറിലും ഇവിടെയൊക്കെ എണ്ണ കണ്ടുപിടിച്ചത് ആരാണ്? എണ്ണക്കിണറുകൾ കണ്ടുപിടിച്ചത് ഇവരാണ്. ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരുമാണ്. ആ എണ്ണക്കിണറുകളെ സപ്പോർട്ട് ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും അതിന് കാവൽ നിൽക്കുന്നതും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പട്ടാളമാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വചനത്തിൽ ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഇനിയും നമ്മൾ ജീവിക്കുന്ന നാളുകളിൽ അത്ഭുതകരമായ ഒരു കാര്യമുണ്ടായി. 1948 യുദ്ധം, 1967 യുദ്ധത്തിലൊക്കെ ഈ പറഞ്ഞ സൗദിയും ഇവരൊക്കെ പങ്കെടുത്തു. ഇപ്പോഴെന്നാ അവർ മൗനമായത്? 2020 നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ട്, അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ് ഇസ്രയേലിനോട് ഒരു സമാധാന ഉടമ്പടി മാത്രമല്ല, വ്യാപാര കരാറും അവരെ ഒരു ബന്ധത്തിന് വേണ്ടി ഈ രാജ്യങ്ങൾ, ഈ സൗദിയും UAE-യും ഒക്കെ അവരെ ബന്ധത്തിൽ ഒപ്പുവെച്ചു. അതാണ് അബ്രഹാം അക്കോർഡ്. ഈ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. മറ്റ് തീവ്രവാദികൾ റഷ്യയോട് ചേർന്ന് നിൽക്കുന്നു. അവർ റഷ്യയോട് ചേർന്ന്, ദൈവം റഷ്യയോട് പറഞ്ഞു, നീ അവർക്ക് ലീഡർ ആയിക്കോ, നീ യുദ്ധം ചെയ്തോ, നീ ഈ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ വന്നു. ഇവിടെ പറയുന്നു, ആ സമയത്ത് ശെബയും ദെദാനും തർശീശ് വർത്തകന്മാരും നീ കൊള്ളയിടാനോ വന്നതെന്ന് ശബ്ദമുയർത്തുന്നു. നമ്മൾ പ്രവചനവാക്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ വിനയത്തോടെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഓർപ്പിക്കാനുള്ളൊരു കാര്യം, ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നടക്കാൻ എല്ലാം ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. സംഭവങ്ങൾ എപ്പം വേണേലും നടക്കാം. പക്ഷേ നമ്മളിവിടെ ഒന്ന് പോകണം. കാരണം ഈ യുദ്ധം നടക്കുന്നത് എപ്പോഴാണെന്നൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതിൻ്റെ 38-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അവസാനം, ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ അടുത്തത്. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ നിർഭയമായി വസിക്കുമ്പോൾ ഒരു മഴക്കോള് പോലെ വരും. 14-ാം വാക്യം ഒന്ന് വായിച്ചേ. വീണ്ടും അവിടെ എടുത്തു പറയുന്നു, ആകയാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. രണ്ട് പ്രാവശ്യം എടുത്തു പറഞ്ഞു, എന്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുമ്പോൾ നീ അറിയുന്നില്ലയോ? എന്റെ ജനമായി ഇസ്രായേൽ നിർഭയമായി വസിക്കുമ്പോൾ ഇസ്രായേൽ പിറന്നു വീഴുന്നത് 1948 മെയ് മാസം 14-ാം തീയതിയാണ്. 15-ാം തീയതി 15 ലക്ഷം അറബികൾ അവരെ വളഞ്ഞു. അവിടുന്ന് യുദ്ധം ആരംഭിച്ചതാണ്. 48-ലെ യുദ്ധം, 56-ലെ യുദ്ധം, 67-ലെ യുദ്ധം, 73-ലെ യുദ്ധം, 82-ലെ യുദ്ധം, 2023-ലെ യുദ്ധം. ഇസ്രായേൽ യുദ്ധമല്ലാതെ ഒന്നും കാണുന്നില്ല. അവരുടെ ആയുധം താഴെ വെച്ചൊരു സന്ദർഭമുണ്ട്. ആ 1973 അതിൻ്റെ പേരാണ് യോം കിപ്പോർ യുദ്ധം. യോം കിപ്പോർ എന്ന് പറഞ്ഞാൽ മഹാപാപ പരിഹാര ദിവസം. അവരുടെ ഏറ്റവും വിശുദ്ധിയുള്ള ദിവസമെന്നാണ് മഹാപാപ പരിഹാര ദിവസം. അന്ന് അവരുടെ പടയാളികൾ ദുഃഖാചരണമായി വീട്ടിൽ പോയി, ആയുധങ്ങൾ താഴെ വെച്ചു.
ആരും ആക്രമിക്കുകയില്ലെന്ന് ചിന്തിച്ചു. വടക്ക് നിന്ന് സിറിയയും തെക്ക് നിന്ന് ഈജിപ്തും കൂടെ യുദ്ധം ആരംഭിച്ചു. ഇസ്രയേലിൻ്റെ പടയാളികൾ കൊല്ലപ്പെടാൻ തുടങ്ങി. ആയുധങ്ങൾ എടുത്ത് യുദ്ധം ചെയ്യാൻ പടയാളികൾ ഇല്ലാതായി. അന്ന് ഗോൾഡമേർ കൽപ്പന കൊടുത്തു ആറ്റം ബോംബ് എടുക്കാൻ. 13 ആറ്റം ബോംബ് അസംബിൾ ചെയ്തതാണ്. അന്ന് ലോകം ഒരു ന്യൂക്ലിയർ ബോംബ് യുദ്ധത്തിലേക്ക് പോയനെ. പക്ഷേ യുദ്ധത്തിൻ്റെ ഗതി മാറി. അവർ ജയിച്ചത് കൊണ്ട് ന്യൂക്ലിയർ ബോംബ് ഇട്ടില്ല. ആയുധങ്ങൾ അവർ താഴെ വെക്കില്ല. ലോകത്തിൽ എന്നും അലേർട്ടായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ ഇസ്രയേലാണ്. കാരണം അവരുടെ ചുറ്റും ശത്രുക്കളാണ്. എപ്പം വേണേലും അവരെ ആക്രമിക്കാം. അമേരിക്ക ഇറാനെ ബോംബ് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രൈം മിനിസ്റ്റർ ക്യാബിനറ്റ് മെമ്പേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ അവധിയെടുക്കരുത്, നിങ്ങൾ എങ്ങും പോകരുത്, എപ്പം വിളിച്ചാലും നിങ്ങൾ വരണം, റെഡിയായിരുന്നു കൊള്ളാൻ. അലേർട്ട്. ഇവിടെ പറയുന്ന വാക്ക് കണ്ടോ? എൻ്റെ ജനമായ ഇസ്രയേൽ നിർഭയമായി വസിക്കുന്ന അന്ന് നീ ആക്രമിക്കും. നമുക്കറിയാം, ഉൽപ്രാപണം കഴിഞ്ഞ് അന്തിക്രിസ്തു അവരോട് ഉടമ്പടി ചെയ്ത് അവർ സമാധാന കരാറിലേക്ക് ഒപ്പുവെച്ച് ആയുധങ്ങൾ താഴെ വെക്കുമ്പോൾ ഇസ്രയേലിനെ ആക്രമിക്കും. സഭ മാറ്റപ്പെടണം, സഭ മാറ്റപ്പെടണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കേണ്ടിയിട്ടിരിക്കുന്നു. ഞാൻ ശ്രമിച്ചത് മുഴുവൻ സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നടക്കേണ്ട യുദ്ധം വെസ്റ്റ് ബാങ്കിനുള്ള ബന്ധത്തിലാണ്. ഇസ്രയേൽ മടങ്ങി വന്നു കഴിഞ്ഞു. ഇസ്രയേൽ പർവ്വതങ്ങൾ അന്തർദേശീയ പ്രശ്നമായി കഴിഞ്ഞു. പലസ്തീൻ രാജ്യം രൂപീകരിക്കാൻ ലോകശക്തികൾ മുഴുവൻ ആവശ്യപ്പെടുന്നു. ഇസ്രയേലിന് എതിരായി റഷ്യയോട് കൂടെ തീവ്രവാദ മുസ്ലിം രാജ്യങ്ങൾ ഒരുക്കപ്പെട്ടുകൊണ്ട് ഒരു പക്ഷമായി നിൽക്കുമ്പോൾ മറുഭാഗത്ത് ബ്രിട്ടനും അമേരിക്കയും അവരുടെ കൂടെ സുന്നി മുസ്ലിങ്ങളായ ഗൾഫ് രാജ്യങ്ങളും അബ്രഹാം അക്കോർഡ് ഒപ്പുവെച്ച് നിൽക്കുന്നു. എന്താണ് തടസ്സം? തടസ്സം ദൈവസഭയാണ്. സഭയുടെ പണി പൂർത്തീകരിക്കണം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ ഓർപ്പിച്ച പോലെ നമ്മുടെ സമയമൊക്കെ കഴിഞ്ഞു കിടക്കുകയാണ്. നമ്മളിവിടെ നിന്ന് പോകാൻ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എപ്പം വേണേലും കാഹളം തൊണിച്ച് നമ്മളെ മാറ്റാം. മാറ്റിക്കഴിഞ്ഞാൽ നടക്കേണ്ടതിന് വേണ്ടി ദൈവം കൃത്യമായി കാര്യങ്ങൾ ഒരുക്കി. നാം വിശ്വസിക്കുന്ന ദൈവം അത്ഭുതവാനായ ദൈവം. 2600 വർഷം മുമ്പ് പറഞ്ഞത് കൃത്യമായി നിർവഹിക്കപ്പെടുവാൻ ഒരുക്കപ്പെട്ട ദിവസങ്ങൾ. നമുക്ക് ഉള്ള അല്പസമയം ഒരുങ്ങാം, കൂടുതൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, അടുത്ത് കർത്താവിനോട് ജീവിക്കാം. ഓരോ ദിവസം കഴിയുന്തോറും അവനോടടുത്ത് വിശുദ്ധിയെ